നമസ്കാരം. ഉപനിഷത്ത് സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ പ്രപഞ്ചം മുഴുവൻ സ്നേഹം വ്യാപിക്കുന്നതായും അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. നമ്മൾ ഇന്ന് ഛാന്തോക്യ ഉപനിഷത്തിലെ 19ാമത്തെ ഖണ്ഡമാണ് വായിക്കാൻ പോകുന്നത്. ആധ്യാത്മികമായ ഒരുവന്റെ ആത്മാവായ പ്രാപഞ്ചിക ആത്മനുള്ള അഗ്നിഹോത്ര യജ്ഞം, ഇതാണ് തീം. 1ാമത്തെ ശ്ലോകം. തദ്യദ്ഭക്തം പ്രഥമമാഗച്ഛേത് തദ്ധ ആത്മീയം തത്തദ്ദോത്മീയം സയാം പ്രഥമമാഹുതിം ജുഹൂയാതാം ജുഹൂയാത് പ്രാണായ സ്വാഹേതി പ്രാണസ്തൃപ്യതി. അതുകൊണ്ട് ഒരുവന് ലഭിക്കുന്ന ആദ്യ ആഹാരം സമർപ്പിക്കണം. ആദ്യത്തെ അർപ്പണം അവൻ നൽകുന്നത് പ്രാണവായുവിന് സ്വാഹ എന്ന് പറഞ്ഞു നൽകുമ്പോൾ പ്രാണവായു സംതൃപ്തമാകും. 2ാമത്തെ ശ്ലോകം. പ്രാണേ തൃപ്യതി തൃപ്യതി ചക്ഷുഷി തൃപ്യത്യാദിത്യേ തൃപ്യതി ദ്യൗസ്തൃപ്യതി ദിവി തൃപ്യന്ത്യാം യത്കിഞ്ച ദ്യൗശ്ചാദിത്യശ്ചാധിഷ്ഠസ്തൃപ്യതി തസ്യാനുതൃപ്തിം പ്രജയാ പശുഭിരന്നോദ്യേന തേജസ ബ്രഹ്മവർഷസേനേതി. പ്രാണവായു തൃപ്തിപ്പെടുന്നതിന് ശേഷം കണ്ണ് തൃപ്തമാകുന്നു. കണ്ണ് തൃപ്തമായതിനു ശേഷം സൂര്യൻ തൃപ്തമാകുന്നു. അതിനുശേഷം സ്വർഗം തൃപ്തമാകും. സ്വർഗം തൃപ്തമായതിനു ശേഷം സ്വർഗവും സൂര്യനും ഭരിക്കുന്ന സാമ്രാജ്യം തൃപ്തമാകും. ഈ സംതൃപ്തിയോടൊപ്പം അവൻ മക്കളാലും കന്നുകാലികളാലും ഭക്ഷണത്താലും ആരോഗ്യത്താലും വിശുദ്ധ ജ്ഞാനത്താലും സംതൃപ്തരാകും. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിയും മനസ്സിനെ ഉയർത്താനാണ്, ആഹുതിയായിട്ടാണ്. എല്ലാം യജ്ഞമാണ്. ഭഗവത്ഗീതയിൽ ഭഗവാൻ യജ്ഞഭാവത്തെ കുറിച്ച് പറയുന്നുണ്ട്. നിസ്വാർത്ഥത, അതാണ് യജ്ഞഭാവം. നമ്മൾ പാർട്ടിസിപ്പേറ്റ് ആസ് ട്രസ്റ്റീസ് എന്നാണ് മഹാത്മാഗാന്ധിജി പറയുന്നത്. നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് ലഭിക്കും, ബാക്കിയെല്ലാം ഒഴുകാൻ അനുവദിക്കണം. അതാണ് ബാബുജി മഹാരാജും പറയുന്നത്, യജ്ഞഭാവം. കാരണം യജ്ഞഭാവത്തില് പ്രവർത്തിക്കുമ്പോൾ അവിടെ ബ്രഹ്മമാണ് ഉള്ളത് എന്നുള്ളത് ഭഗവാൻ പറയും. കാരണം നമ്മുടെ ഹയസ്റ്റ് സ്റ്റേറ്റ് നമ്മൾ ആ ഒരു ഭാവത്തിലിരിക്കും. സ്നേഹത്തോടെയാണ് ചെയ്യുന്നത്, നിസ്വാർത്ഥതയോടെയാണ്. അത് യജ്ഞഭാവം. നിസ്വാർത്ഥതയോട് ചെയ്യുമ്പോൾ അവിടെ ഞാനില്ല, ഹയസ്റ്റ് എക്സ്പ്രഷൻ അവിടെ വരും. അതുകൊണ്ടാണ് എല്ലാ യജ്ഞത്തിലും ഞാനുണ്ട് എന്ന് ഭഗവാൻ പറയുന്നത്. അപ്പൊ യജ്ഞം എന്ന് പറയുന്നത് നമ്മൾ ഹോമം നടത്തി കുറെ പൈസ ചെലവാക്കുന്ന കാര്യത്തെയല്ല യജ്ഞം എന്ന് പറയുന്നത്. നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ചെയ്യുന്ന ഓരോ കാര്യം യജ്ഞമാണ്. സംസാരിക്കുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, എല്ലാത്തിലും ഇന്ദ്രിയ സുഖങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ ഇന്ദ്രിയ സുഖങ്ങൾക്കായിട്ട് മനസ്സിനെ അങ്ങോട്ട് താഴ്ത്താൻ പാടില്ല. അതൊരു ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി.
എന്നുള്ള തരത്തിൽ നമ്മൾ ചെയ്യുന്നത് യജ്ഞഭാവമാണ്. അതാണ് യജ്ഞഭാവത്തിന്റെ വളരെ സംക്ഷിപ്തമായിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്ന് എനിക്ക് തോന്നുന്നു. എന്ത് കാര്യം ഇപ്പോൾ അനിമൽ ലൈഫിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർക്കത് ഇൻസ്റ്റിങ്റ്റീവാണ്, അവർ ഇന്ദ്രിയ തലത്തിലാണ് ജീവിക്കുന്നത്. ഇപ്പൊ ഇണ ചേരുന്ന സമയത്ത് മൃഗങ്ങൾ ഉപദ്രവിച്ച് അവർ കടിക്കും, ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഡിസ്റ്റർബ് ചെയ്തവർ കടിക്കും. കാരണം അവർ ഫിസിക്കലി വളരെയധികം കണക്റ്റഡ് ആണ്. മനുഷ്യൻ ആ തരത്തിലാവും, മനുഷ്യൻ അനിമലാവും. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ബഹളം വെക്കുക, ആരും ശ്രദ്ധിക്കാണ്ടിരിക്കുക, അതുപോലെ തന്നെ ഇന്ദ്രിയ സുഖം അനുഭവിക്കുന്നു. സ്ത്രീ പുരുഷ സംയോഗം നടക്കുന്ന സമയത്ത് മറ്റേ ആളുടെ വിഷമം ആലോചിക്കാതിരിക്കുക, അവരെ വേദനിപ്പിക്കുക. അതിപ്പോ വിവാഹം കഴിച്ചിട്ടായാലും അത് തന്നെയാണ്. ശരിക്കും അത് സ്വാർത്ഥതയാണ്. നമുക്ക് ആരുടെയും സ്വാതന്ത്ര്യത്തിൽ കൈ കടത്തിയിട്ട് ഡിസ്റ്റർബ് ചെയ്യാനുള്ള അവകാശമില്ല. യജ്ഞഭാവത്തിൽ ചെയ്യണമെന്ന് പറയുന്നതാണ്. നമ്മളതൊരു സാക്രിഫൈഷ്യലായിട്ട്, ഉത്തരവാദിത്വമായിട്ട്, സ്നേഹത്തോടു കൂടി എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും അത് യജ്ഞമായിട്ട് മാറുന്നു. വലിയൊരു വിശാലമായിട്ട് ഡെഫിനിഷനാണ്. അപ്പൊ അതിൽ ഏർപ്പെട്ടില്ലെങ്കിൽ അത് യജ്ഞഭാവം അല്ലേ. ഇനി സ്വാർത്ഥത കാരണം നമ്മൾ ഭൗതിക ജീവിതം വിട്ടിട്ട് കാട്ടിലേക്ക് നമ്മൾ യജ്ഞഭാവത്തിലല്ല. കാരണം നമ്മളെല്ലാവരും വേദനിപ്പിക്കുന്നു, എത്രയോ ആൾക്കാർ വേദനിപ്പിക്കുന്നു. ആ ഭക്ഷണം കഴിക്കുമ്പോൾ, ഭക്ഷണമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഭക്ഷണം ദഹിപ്പിക്കുന്ന ആരാണ്? ഭഗവാൻ പറയുന്നത് അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹം ആശ്രിത പ്രാണാപാന സമായുക്ത പചാമ്യന്നം ചതുർവിധം. എന്റെ ഉള്ളിലുള്ള ലൈഫ് ഫോഴ്സ്, അതാണ് എല്ലാം ദഹിപ്പിക്കുന്നത്. എനിക്ക് ജീവൻ ഇല്ലെങ്കിൽ ഒന്നും ദഹിപ്പിക്കില്ല, ഒന്നും ദഹിക്കില്ല. ഈ ലൈഫ് ഫോഴ്സ് ഉത്ഭവിക്കുന്ന ഒരു സോഴ്സ് എൻ്റെ ഉള്ളിലുണ്ട്. അതിനാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നത്. ഈശ്വരന്റെ പ്രകടമായിട്ടുള്ള ഭാവമാണ് വൈശ്വാനരൻ, അഹം എന്നുള്ള ഭാവം. ഞാൻ ജാഗ്രത അവസ്ഥയിൽ പ്രവർത്തിക്കുന്നു. സ്വപ്നത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കില്ല. സ്വപ്നത്തിൽ ഭക്ഷണം കഴിച്ചാലും വിശപ്പ് മാറില്ല. വിശപ്പ് ആണെന്നുണ്ടെങ്കിൽ കണ്ണു തുറന്നിട്ട്, അതാണ് വൈശ്വാനരൻ എന്ന് പറയുന്നത്. അപ്പൊ ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ പ്രവർത്തിക്കുന്ന അഹം എന്നുള്ള ഭാവം അത് ഭഗവാനാണ്, ഭഗവാന്റെ എക്സ്പ്രഷനാണ്. അതുകൊണ്ട് അത് ചെയ്യുമ്പോൾ നമ്മൾ ആ ബോധത്തോട് ചെയ്യണം. ഞാൻ ഭക്ഷണം കഴിക്കുന്നവരും ഞാൻ എന്നോട് കടപ്പെട്ടിരിക്കും, എൻ്റെ ഉള്ളിലെ ഈശ്വരനോട് കടപ്പെട്ടിരിക്കും. അപ്പൊ അത് ധൃതി പിടിച്ച് കഴിച്ചിട്ട് വയറ് നിറയുന്ന പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ഭക്ഷണത്തേക്കാണ് ശ്രദ്ധിക്കുന്നത്. വേറെ ആരെ പറ്റി ആലോചിക്കുന്നില്ല, ലോകത്തെ പറ്റി ആലോചിക്കുന്നില്ല, ഇത് കൊണ്ടുവന്ന ആളെ പറ്റി ആലോചിക്കുന്നില്ല. നമ്മൾ ടേസ്റ്റിനെ പറ്റിയിട്ട് വല്ലാണ്ട് ബഹളം വെക്കുമ്പോൾ നമ്മൾ സ്വാർത്ഥരാവുകയാണ്. എത്രയോ ആൾക്കാരെ ഹേർട്ട് ചെയ്യുന്നു. ഏറ്റവും മിനിമം ഹിംസയോട് കൂടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം സ്നേഹത്തോടെ സ്വീകരിക്കുക, സ്നേഹത്തോടെ നൽകുക, സ്നേഹത്തോടെ ആഹരിക്കുക. നമ്മുടെ സഹജമാർഗത്തിൽ നിരന്തര സ്മരണയിൽ കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അത് പ്രസാദമായി മാറും. കഴിക്കുന്ന ഭക്ഷണത്തിലല്ല പ്രാധാന്യം, നമ്മുടെ മനസ്സിന്റെ ആ എവിടെയാണ് കണക്റ്റഡ്, അതാണ് പ്രധാനം. സ്വാർത്ഥതയോടുകൂടി നമ്മൾ എന്ത് കഴിക്കുകയാണെങ്കിൽ അത് ശരിക്കും നമ്മുടെ ജീവിതത്തിനെ താഴ്ത്തിക്കാണ് കൊണ്ടുപോകും. ഒട്ടും വേദനിപ്പിക്കാതെ, കഴിയുന്നത്ര ഒട്ടും വേദനിപ്പിക്കാതെ ലോകത്തിൽ ജീവിക്കാൻ പറ്റില്ല. അപ്പൊ അതിൽ ഏറ്റവും അധികം നമുക്ക് ഹിംസ ചിന്തയില്ലാതെ നമ്മുടെ ശരീരത്തെ നിലനിർത്താനാണ് എന്നുള്ള ഭാവത്തോടു കൂടി നമ്മൾ ഭക്ഷണം ഉപയോഗിച്ച് കഴിക്കുമ്പോൾ അത് യജ്ഞമായി മാറും. നമ്മൾ ഉയർത്തുന്നു. അതാണ് സ്പിരിച്വലായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന്റെ വഴി. അപ്പൊ അത് വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ എന്ന് ക്ലാസിഫൈ ചെയ്തിട്ട് നമ്മൾ അതിൽ വല്ലാണ്ട് തല്ലുപിടിക്കുമ്പോൾ നമ്മൾ ഈ കാര്യം വിസ്മരിക്കുകയാണ്. ലോകത്തിന് ഏറ്റവും പ്രശ്നമില്ലാതെ കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം വെജിറ്റേറിയന് സഹായിക്കാം എന്നാണ് മനസ്സിലാവുന്നത്. കാരണം നാച്ചുറൽ ആയിട്ട് അവൈലബിൾ ആയിട്ട് ഫുഡാണ്. അപ്പൊ അതും സ്വീകരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. വെറുതെ കുറെ പഴങ്ങളും ഇതൊക്കെ കൂട്ടി വെച്ചിട്ട് നശിപ്പിച്ച് ആർക്കും കൊടുക്കാതെ കഴിക്കുമ്പോൾ അതും ഹിംസയായിട്ട് മാറും. അത് സ്പിരിച്വൽ ഫുഡല്ല. അപ്പൊ ഞാൻ വെജിറ്റേറിയൻ ആണ് എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാരെ വിഷമിപ്പിക്കുന്നത് വെജിറ്റേറിയൻസും അല്ല, അത് ശരിക്കും സ്പിരിച്വാലിറ്റി അല്ലാതെ മാറും. അപ്പൊ ലാളിത്യത്തിൽ ലഭിക്കുന്ന ഭക്ഷണം നമുക്ക് നൽകാൻ തയ്യാറായിട്ടുള്ള ഒരു പ്രപഞ്ചം നമ്മുടെ മുമ്പിലുണ്ട്. അത് സ്നേഹത്തോടെ സ്വീകരിക്കണം. അവൈലബിൾ ആയിട്ട് ഫുഡ് സ്വീകരിക്കുക. എനിക്കിത് പറ്റില്ല. അപ്പൊ എന്റെ ശരീരത്തിന് ഏറ്റവും നല്ലത്, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഫുഡ് ഏതാണ്? അതാണ് വെജിറ്റേറിയൻ ഫുഡ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഒരുപാട് തർക്കങ്ങളുണ്ട്. പക്ഷെ ഹിംസ ചിന്ത ഇല്ലാതെ, നാവിന്റെ ചിന്ത ഇല്ലാതെ, വേദനിപ്പിക്കാതെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം ഏതാണ്? അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അവിടെയാണ് വെജിറ്റേറിയൻസിന്റെ പ്രാധാന്യം വരുന്നത്. മനസ്സിലാണത്. നമ്മളെപ്പോഴും ചിന്തിക്കുന്നു, ലോകത്തെ പറ്റി ചിന്തിക്കുന്നു. അപ്പൊ അങ്ങനെ കഴിക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിലും ധൃതി പിടിക്കാൻ പാടില്ല. അതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ചടങ്ങുണ്ട്, കുടിക്കിലുത്തുക എന്ന് മലയാളത്തിൽ പറയും. ഒരു മന്ത്രം ചൊല്ലിയിട്ട് വെള്ളം തുളിക്കുന്നു, എന്നിട്ട് ഓരോരോ വറ്റ് ആദ്യം എടുക്കുന്നു, ഓരോ പ്രാണനും പഞ്ചപ്രാണന് ഭക്ഷണം കൊടുക്കുന്നു. ഈ ഭക്ഷണം കഴിക്കുമ്പോൾ അത് ദഹിപ്പിക്കുന്നത്
എൻ്റെ ഉള്ളിലുള്ള പ്രാണനാണ് എന്നുള്ള ബോധത്തോടെ, എൻ്റെ ഉള്ളിലുള്ള ഈശ്വരനാണ് എന്നുള്ള ബോധത്തോടെ കഴിക്കുമ്പോൾ ആ ഭക്ഷണം പ്രസാദമായി മാറും. അപ്പൊ അങ്ങനെയാകുമ്പോൾ എൻ്റെ ഇന്ദ്രിയങ്ങൾ ഹാപ്പിയാവും. മാസ്റ്റർ ഹാപ്പി ആകുമ്പോൾ സർവൻസ് ഹാപ്പി. ഇല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തേ മാസ്റ്റർ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, അപ്പൊ ആകെ വിഷമവും. നമ്മളിപ്പോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി കഴിഞ്ഞാൽ അതിൽ പ്രധാനപ്പെട്ട ആള് ഡിപ്രസ്ഡ് ആണെങ്കിൽ, മാനസിക വിഷമം ഉണ്ടെങ്കിൽ ആ കമ്പനി മുഴുവൻ സഫർ ചെയ്തു. കാരണം പുള്ളി വരുന്നില്ല, കാര്യങ്ങളിൽ പങ്കെടുക്കുന്നില്ല. രാജാവ് വിഷമിച്ചിരിക്കുമ്പോൾ രാജ്യം മുഴുവൻ വിഷമിക്കും. അപ്പൊ നമ്മൾ സംതൃപ്തി നമ്മുടെ ഉള്ള രാജാവിനെയാണ്, അതേ ഹാപ്പിയാണ്. അതിനാണ് നമ്മൾ കോൺസ്റ്റന്റ് റിമംബറൻസ് എന്ന്. റിമംബർ ചെയ്യുക, ഞാൻ ആരാണെന്ന് റിമംബറൻസിൽ ഭക്ഷണം കഴിക്കുക. അപ്പൊ അത് നമ്മളുടെ ആ ഒരു ചെറിയ പ്രവൃത്തിയും ഏറ്റവും ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നു. അനാവശ്യമായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല. നമ്മുടെ ഉള്ളിൽ എപ്പോഴും എല്ലാവരും ചിന്തയുണ്ട്, ഷെയർ ചെയ്യാൻ ഉള്ളൊരു താല്പര്യമുണ്ട്. അതാണ് ശരിക്കും ഭക്ഷണം കഴിക്കേണ്ട രീതി എന്നാണ് ഇവിടെ ചാന്തോക്യ ഉപനിഷത്താണ്. എല്ലാ ചെറിയ ആക്ടിവിറ്റീസിനെയും പറ്റിയിട്ട് ഉപനിഷത്ത് പരാമർശിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ഇത് ലോകത്തുനിന്ന് ഒളിച്ചോടി വിട്ടു നിൽക്കേണ്ട ഒരു പ്രവൃത്തിയല്ല എന്നുള്ളത് നിന്ന് വ്യക്തമായിട്ട് വരികയാണ്. നമ്മള് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ അതിനെ യഥാർത്ഥത്തിലുള്ള സ്പിരിച്വൽ പാത്ത് എന്ന് പറയാൻ സാധിക്കില്ല. ഹാർമണി വരണം. നമ്മുടെ ഉള്ളിലും ഹാർമണി വരുമ്പോൾ ചുറ്റും ഹാർമണി വരും. അതാണ് ഗൃഹസ്ഥാശ്രമത്തിന്റെ പ്രാധാന്യം. ഇതേക്കുറിച്ച് കൂടുതൽ എല്ലാവരും ഒന്ന് ഇൻട്രോസ്പെക്റ്റീവ്. ഇനിയും നമ്മൾ ഇതേക്കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യും. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.